സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞ സംസ്ഥാന സർക്കാർ നാളെ സംസ്ഥാന ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിലും പ്രതിസന്ധി തുടരുകയാണ്. ജീവനക്കാരുടെ ശമ്പള വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താനും സാധ്യതയുണ്ട്. പിൻവലിക്കാവുന്ന തുകയുടെ കാര്യത്തിൽ നിയന്ത്രണം വന്നേക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, തിങ്കളാഴ്ച ശമ്പളം നൽകുമെന്നാണ് ധനവകുപ്പ് കഴിഞ്ഞ ദിവസം അറിയിച്ചത്. ചില സാങ്കേതിക കാരണങ്ങളാലാണ് ശമ്പളം മുടങ്ങിയതെന്നും ധനവകുപ്പ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സംസ്ഥാനത്ത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി തുടരുകയാണ്. അതുതന്നെയാണ് ചരിത്രത്തിലാദ്യമായി സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്നതിനും കാരണമായത്. നാളെ പോലും ശമ്പളം നൽകാമെന്ന ഒരു ഉറപ്പ് നൽകാൻ നിലവിൽ ധനവകുപ്പിന് കഴിയുന്നില്ല, അല്ലേ? അങ്ങനെ തന്നെയാണ് രാജീവ്. ഇന്നിപ്പോൾ 3-ാം തീയതിയാണ്, മാസം ആദ്യമാണ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകേണ്ടത്. ഇപ്പോൾ 3-ാം തീയതി ആയിട്ടും ശമ്പളം നൽകിയിട്ടില്ല. നാളെയെങ്കിലും ശമ്പളം നൽകാൻ കഴിയുമോ എന്നുള്ള ഒരു കാര്യത്തിലും വ്യക്തതയില്ല. ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വഴിയുള്ളവർക്കൊക്കെ തന്നെ ശമ്പളം കിട്ടിയിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ശമ്പളം ലഭിച്ചിട്ടുണ്ട്. എംപ്ലോയീസ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചത് കൊണ്ട് തന്നെ മറ്റ് ജീവനക്കാർക്ക്, സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചിട്ടില്ല. അതായത് ഭൂരിഭാഗം ഇത്തരത്തിൽ ETBS വഴിയാണ് ശമ്പളം ലഭിക്കുന്നത്. അതുകൊണ്ട് അവർക്കാണ് ശമ്പളം ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത്. നാളെയും ശമ്പളം ലഭിച്ചില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്ന് ജീവനക്കാർ അറിയിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ശമ്പളം മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ശമ്പള വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താനാണ് സർക്കാർ നിലവിൽ ആലോചിക്കുന്നത്. ഒരു ദിവസം പിൻവലിക്കാവുന്ന തുകയിൽ നിയന്ത്രണം കൊണ്ടുവന്നേക്കും. ആ രീതിയിലുള്ള ഒരു ആലോചനയാണ് സർക്കാർ തലത്തിൽ നടക്കുന്നത്. ഈ ഓവർ ഡ്രാഫ്റ്റ്, ട്രഷറിയിൽ ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 4000 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചതിനെ തുടർന്നാണ് ഈ ഓവർ ഡ്രാഫ്റ്റ് മറികടക്കാൻ കഴിഞ്ഞത്. പക്ഷെ അത് ആ തുക ഈ ശമ്പളത്തിനും പെൻഷനും വേണ്ടി വിനിയോഗിച്ചാൽ വീണ്ടും ആ പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല, ഇത് സാമ്പത്തിക വർഷ അവസാനമാണ്. ഈ ഒരു മാർച്ച് മാസം തന്നെ കടന്നു പോകണമെങ്കിൽ 25,000 കോടിയാണ് സർക്കാരിന് ആവശ്യമായി വരിക. ഈ തുകയും എവിടെ നിന്ന് കണ്ടെത്താനാകും എന്നുള്ള ഒരു ആശങ്കയിലാണ് നിലനിൽക്കുന്നത്. രാജീവ്. രശ്മി, ഏതായാലും ശമ്പള വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണെങ്കിൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് വീണ്ടും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിലവിൽ തന്നെ DA കുടിശ്ശികയാണ്. അത് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം ജീവനക്കാർക്കിടയിലുണ്ട്. ഇതിനൊപ്പമാണ് ഈ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പോലും മുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നത്. നാളെയെങ്കിലും നൽകിയില്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയല്ലേ നിലനിൽക്കുന്നത്? തീർച്ചയായും വലിയ പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതിനോടകം തന്നെ വ്യാപക വിമർശനമാണ് ഈ ഒരു നിലപാടിനെതിരെ ഉയരുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഒരു സാമ്പത്തിക മിസ്മാനേജ്മെന്റും ദൂർത്തും തന്നെയാണ് ഇത്രത്തോളം കടുത്ത ഒരു സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് സംസ്ഥാനത്തെ തള്ളിവിട്ടത് എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നിലവിൽ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് 4600 കോടി രൂപ വൈദ്യുതി മേഖലയ്ക്ക് വേണ്ടി വകയിരുത്തിയ തുക, അത് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ തൽക്കാലം പിടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ളതാണ്. അതായത് കേന്ദ്ര സർക്കാർ ഇങ്ങനെ പണം അനുവദിച്ചുകൊണ്ടേയിരിക്കണം, എങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്നുള്ളതാണ് സർക്കാരിന്റെ ഒരു നിലപാട്. നിലവിൽ ഇപ്പോൾ ഈ കൃത്യമായ തുക ഇപ്പോൾ തന്നെ നിലവിൽ 4000 കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞു. അങ്ങനെയാണ് ഈ ഓവർ ഡ്രാഫ്റ്റ് മറികടക്കാൻ കഴിഞ്ഞത്. ഈ രീതിയിൽ കൃത്യമായി പണം അനുവദിക്കുന്നുണ്ട്. അത് അനാവശ്യ കാര്യങ്ങൾ. രശ്മി, ഒന്ന് തുടരുക. ഇപ്പോൾ VMS എംപ്ലോയീസ് സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അജയ്കുമാർ TA കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അജയ്കുമാർ, ഏതായാലും നാളെയെങ്കിലും ശമ്പളം നൽകുമെന്നായിരുന്നു ധനവകുപ്പ് ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ നിലവിൽ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണ്. അതുകൊണ്ട് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാന സർക്കാർ. ഈ ശമ്പളം പിൻവലിക്കുന്നതിനുൾപ്പെടെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമെന്നാണ് നിലവിൽ ധനവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന സൂചന. എങ്ങനെ പ്രതികരിക്കുന്നു? നിലവില് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണെന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം സർക്കാർ ജീവനക്കാരാണ് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് ഒരു നരേറ്റീവ് സർക്കാർ സൃഷ്ടിക്കുകയും അതിന്റെ അടിസ്ഥാനത്തില് സർക്കാരിന്റെ പണം വളരെ മോശമായി അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുകയും സർക്കാരിന്റെ കുറെ ആൾക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് പണം ചെലവാക്കി മുഴുവൻ ബാധ്യതയും സർക്കാർ ജീവനക്കാരുടെ തലയിൽ കൊണ്ടെത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ ജീവനക്കാർക്ക് ഉള്ള ശമ്പളം പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം സംസ്ഥാനത്ത് മുഖ്യമന്ത്രിക്കും ശമ്പളം കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ പോയ കേരളത്തിലെ ഇടതുപക്ഷ എല്ലാ MLA-മാർക്കും TA അനുവദിക്കപ്പെട്ടു കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇതിനെ ഉണ്ടായിട്ടില്ല. ഇത് ജീവനക്കാരുടെ അവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ കൃത്രിമമായിട്ട് ഉണ്ടാക്കി വെച്ച ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ്. അത് അവരുടേതായ ആൾക്കാരുടെ പാർട്ടിയുടെയും അവരുടെ CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും ആൾക്കാരിലേക്ക് പണം പൂർണ്ണമായിട്ട് പമ്പ് ചെയ്തുകൊണ്ട് സാധാരണക്കാരായ ജീവനക്കാരെ കഷ്ടപ്പെടുത്തുകയും അവരെ ബുദ്ധിമുട്ടാക്കുകയും ചെയ്ത ഒരു സംവിധാനത്തിലേക്കാണ് ഇടതു സർക്കാർ പോയിരിക്കുന്നത്. അതാണ് ഈ സാമ്പത്തിക പ്രധാനപ്പെട്ട കാരണം. അല്ലാതെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം
നൽകുന്നതുകൊണ്ടോ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയുണ്ടോ ഒന്നുമല്ല. ശ്രീ അജയ്കുമാർ, ഏതായാലും നാളെയും ശമ്പളം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് തന്നെ ജീവനക്കാരുടെ സംഘടനകൾ പോകാൻ തന്നെയാണോ തീരുമാനം? പ്രത്യേകിച്ചും ഈ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത മാസം അനിശ്ചിതമായി ശമ്പളം വൈകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. നേരത്തെ നമുക്കറിയാം KSRTCയിലും ഈ രീതിയിലായിരുന്നു. ആദ്യം 1-ാം തീയതിയായിരുന്നു ശമ്പളം, പിന്നീട് അത് 3-ാം തീയതിയായി, പിന്നീട് 5-ാം തീയതിയായി, പിന്നീട് 15-ആയി. ഇപ്പോൾ ശമ്പളം എന്ന് ലഭിക്കുമെന്ന് ജീവനക്കാർക്ക് പോലും അറിയാൻ കഴിയാത്ത സാഹചര്യമാണ്. അതേ അവസ്ഥയിലേക്കാണ് സർക്കാർ ഇപ്പോൾ പോകുന്നത്. അതെ, തീർച്ചയായും KSRTCക്ക് ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് വരാൻ പോകുന്നത്. ഇതിനെതിരെയുള്ള സർക്കാർ ഈ ജീവനക്കാർക്കെതിരെ ഇത്തരം അവരുടെ ശമ്പളം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് ജീവനക്കാർ ഒന്നടക്കം എത്തിച്ചേരുന്ന സാഹചര്യം പല ജീവനക്കാരും ഇന്ന് പല ഓഫീസുകളിലും കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ലാതെയും അതുപോലെ EMI ഡ്യൂ ആകുന്ന സമയത്ത് അവർക്ക് പെനാൽറ്റി കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുക ചെയ്യുന്നതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടി ജീവനക്കാർ കഴിയുന്ന ഒരു സാഹചര്യമാണ്. ഇതിനെതിരെ ഒരു പ്രതിഷേധം നാളെ BMS സഭയുടെ ഭാഗമായിട്ട് നാളെ നമ്മൾ മാർച്ച് നടത്തുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് BMSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ PS ഗോപകുമാറാണ് ആ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ ജീവനക്കാരും ഈ ഒരു പ്രതിഷേധത്തിൽ അണിചേരാനുള്ള സാഹചര്യത്തിലാണ് ഇന്ന് നിലവിലെ കേരളത്തിലെ സർവീസ് നഗരം മുഴുവൻ തന്നെ. ശ്രീ അജയ്കുമാർ, നമുക്കറിയാം LDF സർക്കാർ ആദ്യം അധികാരത്തിൽ വന്നത് ക്ഷേമ പെൻഷനുകൾ പോലും മുടങ്ങില്ല എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ്. ഇപ്പോൾ ക്ഷേമ പെൻഷൻ മുടങ്ങിയിരിക്കുന്നത് 7 മാസമാണ്. ഇതുവരെയായും ക്ഷേമ പെൻഷൻ എന്ന് നൽകുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തന്നെ നിലനിൽക്കുന്നു. ഒരു ഉറപ്പും ധനവകുപ്പ് നൽകുന്നില്ല. ഇതിനൊപ്പമാണ് സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും മുടങ്ങിയിരിക്കുന്നത്. അതെ, തീർച്ചയായും ഈ ക്ഷേമ പെൻഷനുകൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കുമായിരുന്ന ഒരു സംവിധാനമായിരുന്നു. ഇതിൽ അനർഹരായ ആൾക്കാരെ പൂർണ്ണമായിട്ട് ഉൾപ്പെടുത്തുകയും ആദ്യകാലത്ത് 65 ലക്ഷം ആൾക്കാരായിരുന്നു ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന വിഭാഗത്തിലുണ്ടായിരുന്നത്. ഇന്നത് കണ്ടെത്തി 45 ലക്ഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അനർഹരായ നിരവധി ആൾക്കാർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതുകൊണ്ട് സർക്കാരിന് അധികമായ സാമ്പത്തിക ബാധ്യത ഉണ്ടാവുകയാണ് ചെയ്തത്. അതായത് കുറ്റമറ്റ രീതിയിൽ പദ്ധതി ഉണ്ടായിരുന്നുവെങ്കിൽ കൃത്യമായി എല്ലാ ആൾക്കാർക്കും ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കുമായിരുന്നു. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിയുടെ ആൾക്കാർക്കും വേണ്ടി അനധികൃതമായ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തത് മൂലം ഉണ്ടായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ്. അതാണ് ധന ദുർവിനിയോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാർട്ടിയുടെ ഇന്ന് നിലവിലുള്ള സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെക്കാൾ ഉപരി കരാർ ജീവനക്കാർ വർദ്ധിച്ചു കഴിഞ്ഞു. ഈ കരാർ ജീവനക്കാരെല്ലാം തന്നെ പാർട്ടിയുടെ ആൾക്കാരാണ്. പാർട്ടി പറയുന്ന ആൾക്കാരെ നിയമിക്കുകയും ആ പാർട്ടി പറയുന്ന ആൾക്കാരെ നിയമിച്ച് അവർക്ക് ശമ്പളം കൊടുക്കുകയും ആ ശമ്പളം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും പാർട്ടിക്ക് തന്നെയാണ് പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ സർക്കാർ ജീവനക്കാരെ മാറ്റി നിർത്തി കരാർ ജീവനക്കാരെയും അങ്ങനെയുള്ള ആൾക്കാരെയും തൊഴിലാളികളെയും അങ്ങനെയുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാരിന്റെ ഫണ്ട് മറ്റൊരു വിധത്തിലേക്ക് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് അത് പാർട്ടിയിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ സംഘടിതമായ ഒരു ഗൂഢാലോചനയും ലൂട്ടിങ്ങുമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തിക നില തകർന്നതെന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. വളരെ നന്ദി ശ്രീ അജയ്കുമാർ ടിയെ ഈ സമയം പ്രതികരിച്ചതിന്. രശ്മിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. രശ്മി, വലിയ രീതിയിലുള്ള ദൂർത്ത് തന്നെയാണ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നവകേരള സദസ്സിൻ്റെ മറവിൽ ഏകദേശം 100 കോടി രൂപയ്ക്കടുത്ത് ചെലവഴിച്ചിരിക്കുന്നു. നമ്മൾ തന്നെ പുറത്തുവിട്ട കണക്ക് പ്രകാരം നിലവിൽ 30 കോടി രൂപയ്ക്കടുത്ത് ചെലവഴിച്ചിട്ടുണ്ട്. പരസ്യ പ്രചരണത്തിന് മാത്രം ഏകദേശം 30 കോടി രൂപയ്ക്കടുത്ത് ചെലവഴിച്ചതിൻ്റെ കണക്കുകളാണ് ജനം TV 2 ഘട്ടങ്ങളിലായി പുറത്തുവിട്ടത്. ഇതിനൊപ്പമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുഖാമുഖം പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. അതിനും ലക്ഷങ്ങളാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ സർക്കാരിന് എന്ത് വേണോ അതിനെല്ലാം പണമുണ്ട്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ശമ്പളം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ലഭിച്ചു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. അതേസമയമാണ് സർക്കാർ ജീവനക്കാർ ശമ്പളം ലഭിക്കാതെ ഇങ്ങനെ നെട്ടോട്ടം ഓടേണ്ടി വരുന്നത്. ആ രീതിയിൽ തന്നെയാണ്. കാരണം മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമുള്ള ശമ്പളം ഇതിനോടകം തന്നെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് അറിയാൻ കഴിയുന്നു. മറ്റ് ഭൂരിഭാഗം സർക്കാർ ജീവനക്കാർക്കാണ് ഇതുവരെയും ശമ്പളം ലഭിക്കാത്തൊരു സാഹചര്യം ഉള്ളത്. അതായത് സാധാരണ ജീവനക്കാരാണ് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാരിന്റെ ഈ ദൂർത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാമ്പത്തിക ഈ ഒരു മിസ്മാനേജ്മെന്റും അനാവശ്യമായിട്ടുള്ള ദൂർത്തും അത് തന്നെയാണ് ഇത്രത്തോളം പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളീയം നവകേരള സദസ്സ് മുഖാമുഖം പരിപാടി, ഈ പരിപാടികളൊക്കെ കോടികൾ ചിലവഴിച്ച് ലക്ഷങ്ങൾ ചിലവഴിച്ച് സർക്കാർ ധൂർത്ത് നടത്തുന്നു. ഇതിലൂടെ സർക്കാരിന് വേണ്ട പ്രചരണത്തിന് വേണ്ടിയും പരസ്യ പ്രചാരണത്തിന് വേണ്ടിയും ലക്ഷങ്ങൾ ചിലവഴിക്കുന്നു. എന്നാൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ജീവനക്കാരുടെ ശമ്പളം നൽകുക, അടിസ്ഥാനപരമായി സംസ്ഥാനത്ത് വേണ്ട കാര്യങ്ങൾ നിർവഹിക്കുക, ക്ഷേമ പെൻഷൻ നൽകുക, KSRTC ജീവനക്കാർക്ക് ശമ്പളം നൽകുക, ഉച്ചഭക്ഷണ പദ്ധതിക്ക് ശമ്പളം നൽകുക, ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികൾ നടപ്പിലാക്കുക, ഇതൊക്കെ തന്നെ ഒരു സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട
കാര്യങ്ങളാണ്. ഇതിനൊന്നും തന്നെ പണം വിനിയോഗിക്കാതെ നീക്കിയിരുത്താതെയാണ് അനാവശ്യമായിട്ടുള്ള ഈ ഒരു ധൂർത്ത് സർക്കാർ തുടരുന്നത്. അതും ഈ ഒരു വിമർശനം പല തലങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിട്ട് പോലും ഈ കേന്ദ്ര സർക്കാർ അടക്കം ഈ ഒരു വിഷയം ചൂണ്ടിക്കാണിയിട്ട് പോലും അതൊന്നും വകവയ്ക്കാതെ ധൂർത്ത് യഥേഷ്ടം തുടർന്നു പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തന്നെയാണ് ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പോലും മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് സ്ഥിതി എത്തിയിരിക്കുന്നു. KSRTC ജീവനക്കാർക്കും തുടക്കത്തിൽ ഇപ്പോൾ NU സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് കൂടി ചേരുന്നുണ്ട്. ശ്രീ അനൂപ്, ഏതായാലും നാളെ ശമ്പളം നൽകുമെന്നായിരുന്നു ധനവകുപ്പ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ നാളെ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിലും പ്രതിസന്ധിയുണ്ട് എന്നാണ് ധനവകുപ്പ് നൽകുന്ന സൂചന. അതുകൊണ്ട് തന്നെ ശമ്പള വിതരണത്തിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് ധനവകുപ്പ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ താൽക്കാലികമായിട്ടാണെങ്കിലും വരും മാസങ്ങളിലും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ തുടരേണ്ടി വരുമെന്നാണ് ധനവകുപ്പ് നൽകുന്ന സൂചന. എങ്ങനെ കാണുന്നു? ഭരണത്തിന്റെ മികവ് മാത്രം അവകാശപ്പെടുന്ന ഈ ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയും അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുമൊക്കെ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ, ഈ ഭരണവർഗത്തെ ചലിപ്പിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ചരിത്രത്തിൽ ആദ്യമായി 1-ാം തീയതി ശമ്പളം നിശ്ചയിച്ചിരിക്കുകയാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. KSRTC മാതൃകയില് ഇനി അങ്ങോട്ട് പകുതി ശമ്പളം, അതേപോലെ സപ്ലൈകോയിലേക്കുള്ള കൂപ്പൺ, ആ തരത്തിലേക്ക് പോകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഈ സംഘടനയുടെ, ഇടതുപക്ഷ സംഘടനയുടെ ആളുകളായിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഭയഭക്തി ബഹുമാനത്തോടെ യജമാനന് മുന്നിൽ ഭൃത്യം നിൽക്കുന്നത് പോലെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ പഴയ കാലത്തുള്ളതുപോലെ ഉദ്യോഗസ്ഥന്മാരും മുതലാളിയും അടിമയും എന്നുള്ള രീതിയിൽ ശമ്പളം പോലും നിഷേധിച്ച് അതിനു മുകളിൽ അധികാരവും അവരുടെ കാർക്കശ്യവും ഒക്കെ കൊണ്ടുവരുന്നത് കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരെടുത്ത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഭരണപരമായ തീരുമാനങ്ങൾ നടപ്പിലാക്കേണ്ടുന്ന, ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടുന്ന ആളുകൾക്ക് മാസം 30 കഴിഞ്ഞ്, തീയതി കഴിഞ്ഞ് 5-ാം തീയതിയിലേക്ക് പോവുകയാണ്. ഇത് കേരളത്തിൽ ഇതുവരെ ഇല്ലാത്തതാണ്. ഈ സർക്കാരിന്റെ പിടിപ്പുകേടാണ് ഇതിന് കാരണം. ധനകാര്യ വകുപ്പിന്റെ കെടുകാര്യസ്ഥതയാണ് ഉദ്യോഗസ്ഥ തലത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ കേരളത്തെ പുറകോട്ടടിക്കുമെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ശ്രീ അനൂപ്, നിലവിലിപ്പോൾ 5-ാം തീയതിയിലേക്ക് പോകുന്നു. വരും മാസങ്ങളിൽ എന്ത് ചെയ്യുമെന്ന് സർക്കാരിന് മുന്നിൽ ഒരു വ്യക്തതയുമില്ല. പക്ഷേ അതേസമയം തന്നെയാണ് നിലവിൽ നവകേരള സദസ്സ് നടത്താൻ പണമുണ്ട്. ഈ നവകേരള സദസ്സിന് വേണ്ടിയൊക്കെ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരെ ഈ പല സ്വകാര്യ മുതലാളിമാരുടെ ഓഫീസുകളിലേക്ക് വരെ എത്തിച്ചതാണ് സംസ്ഥാന സർക്കാർ, സ്പോൺസർഷിപ്പ് നേടിക്കൊണ്ട്. അതിനുശേഷമുള്ള ആദ്യ മാസം തന്നെ ശമ്പളം തടസ്സപ്പെട്ടിരിക്കുന്നു. അത് ശമ്പളം തടസ്സപ്പെട്ടു എന്നിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മന്ത്രിമന്ദിരങ്ങളിലെ ഓടകൾ വൃത്തിയാക്കുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ മോടി പിടിപ്പിക്കുന്നു. ഗസ്റ്റ് ഹൗസുകൾ ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ രാഷ്ട്രീയക്കാരെ താല്പര്യപ്പെടുത്തുന്നു. അവരെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി വൻ തുക അങ്ങോട്ടേക്കൊക്കെ ചെലവഴിക്കാൻ ആർഭാടത്തിന് ഒട്ടും കുറവില്ല. പക്ഷെ ഭരണപരമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞ നിരവധി വർഷക്കാലമായി കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആനുകൂല്യങ്ങൾ ചോദിക്കുന്നില്ല, അർഹതപ്പെട്ടത് കൊടുക്കാതെ നിഷേധിക്കുന്നു. അത്തരം ആളുകൾക്ക് സർക്കാരിന്റെ ഔദാര്യം പോലെയാണ് ഈ ശമ്പള വിതരണത്തെ കാണുന്നത്. ഇത് ഒരു തരത്തിലും ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല. ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടുന്ന ശമ്പളം അവർ കൊണ്ടുപോവുകയല്ല, ആ ശമ്പളമാണ് പൊതു ഇടങ്ങളിലേക്ക് വിതരണത്തിനായി ചെല്ലുന്നത്. അത് നിഷേധിക്കുന്ന സമയത്ത് കേരളത്തില് സാമ്പത്തിക അരാജകത്വം നിലനിൽക്കുന്നു. രാഷ്ട്രീയക്കാരും മന്ത്രിമാരും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇഷ്ടം പോലെ കാശ് ചെലവാക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ സാധാരണക്കാരായ ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ പ്രയാസമാണ് ഉണ്ടാക്കുന്നത്. ഇത് കേരളത്തിനെ പുറകോട്ടടിക്കുമെന്നുള്ളതിൽ തർക്കമില്ല. ശ്രീ അനൂപ്, മുൻപ് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സമരവുമായൊക്കെ മുൻപന്തിയിലെത്തിയിരുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു, NGO യൂണിയൻ. ഇപ്പോൾ അവരെ കാണാൻ പോലും കഴിയുന്നില്ല, ഒരു ന്യായീകരണം പോലും കേൾക്കുന്നില്ല. NGO യൂണിയനും അതേപോലെ തന്നെ KSTA പോലുള്ള അധ്യാപക സംഘടനകളും ഒക്കെ മൗനം പാലിക്കുകയാണ്. അവരൊക്കെ തന്നെ വിദ്യാലയങ്ങളിലും പൊതു സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അവരുടെയൊക്കെ സമ്മേളനങ്ങളിലുള്ള ജനപങ്കാളിത്തത്തിന്റെ കുറവ്, അതേപോലെ തന്നെ അവരുടെ ക്യാമ്പയിനുകൾ, ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് അവരവരുടെ സംഘടനകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് KSTA ഒരു അധ്യാപികയെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ആ തരത്തില് തന്റെ അണികളെ, ഉദ്യോഗസ്ഥന്മാരായിരിക്കുന്ന അധ്യാപകരായിരിക്കുന്ന അണികളെടുത്ത് വിശ്വാസം നഷ്ടപ്പെട്ട ഒരു സർക്കാരിനാണ് നമ്മൾ കാണുന്നത്. അവർക്കാർക്കും പ്രതികരിക്കാൻ സാധിക്കുന്നില്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള അവരെ അടിമകളായി കൊണ്ടുകൊണ്ട് ഒരു രാജാവും ബാക്കിയുള്ള ആളുകളെല്ലാം പ്രജകളും എന്നുള്ള രീതിയിൽ രാജാവിന്റെ തിട്ടൂരങ്ങൾക്ക് അതനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണത്. ഇത് കേരളത്തിലെ പൊതുജനങ്ങളും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. വളരെ നന്ദി ശ്രീ അനൂപ് ഈ സമയം പ്രതികരിച്ചതിന്.